കോഴിക്കോട്ടെ പൊതുമേഖലാ ബാങ്കിന്റെ ലോക്കറിൽ നിന്ന് 1.5 കിലോ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായ ബാങ്ക് ജീവനക്കാരൻ അനിലിന്റെ വീട്ടിലും ബന്ധുവീടുകളിലും ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. നിക്ഷേപങ്ങളുടെ രേഖകളും ഭൂമി ഇടപാടിന്റെ വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ബാങ്ക് ജീവനക്കാരൻ അനിലിന്റെ വീട്ടിലും ബന്ധുവീടുകളിലുമായി 7 ഇടങ്ങളിൽ ഒരേ സമയം ക്രൈംബ്രാഞ്ച് പരിശോധനയ്ക്കിറങ്ങി. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം SP U അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ പരിശോധന നടത്തി. വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ സമ്പാദിച്ചതായി നിരവധി തെളിവുകൾ ലഭിച്ചു. ഒട്ടേറെ നിക്ഷേപങ്ങളുടെ രേഖകളും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കിട്ടി. 3 പേരുടെ 1.5 കിലോ സ്വർണം വിവിധ സമയങ്ങളിലായി ലോക്കറിൽ നിന്ന് മോഷ്ടിച്ചെന്നാണ് കേസ്. കോഴിക്കോട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ D സാലിയുടെ മകളുടെ സ്വർണവും നഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ഒരു കേസിൽ മാത്രമാണ് അനിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബാങ്കിലെ പിയൂണായിരുന്ന അനിലിന് കോഴിക്കോട് നഗരത്തിൽ 3 നില വീടുണ്ട്. കൂടാതെ 14 ലക്ഷം രൂപയോളം ബാങ്ക് വായ്പ. ഇതിൽ പകുതി തുകയും കൈയോടെ അടച്ചു. ഇങ്ങനെ വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയത് കളവ് മുതൽ കൊണ്ടാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കും. മനോരമ ന്യൂസ്, കോഴിക്കോട്.